ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വൺ ആക്ട് പ്ലേ ആണ്. ഒറിജിനലി റിട്ടൺ ബൈ ദ ഹംഗേറിയൻ ഓതർ ഫിറ്റ്സ് കാരന്തി. പിന്നീട് അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഇംഗ്ലീഷ് ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് പേഴ്സിവൽ വൈൽഡാണ്. ഫിറ്റ്സ് കാരന്തി ഒരു ഹംഗേറിയൻ സറ്റേറിക്കൽ റൈറ്ററാണ്. സറ്റേറിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളെ സൊസൈറ്റിയിൽ നടക്കുന്ന ഇൻജസ്റ്റിസ് അതിനെയൊക്കെ സറ്റേറിക്കലായിട്ട്, അതായത് കളിയാക്കിക്കൊണ്ട് എഴുതും. ഓക്കെ, അപ്പോൾ അതേപോലെ ഇപ്പോൾ നമ്മുടെ അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അത്ര പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിരുന്നില്ല. ലൈക്ക് അതിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബെനിഫിറ്റ്സും എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഈക്വൽ ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സോ അതിനെ സറ്റൈറൈസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് കുട്ടികൾക്ക് ജോലി കിട്ടാത്തത്, അവർക്ക് സ്കിൽസ് ഒന്നും ഡെവലപ്പായി വരുന്നില്ല എന്നൊരു പോയിന്റ് വെച്ചിട്ടാണ് ഈ പ്ലേ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ഒന്ന് സറ്റൈറൈസ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു വൺ ആക്ട് പ്ലേ ആണ് ദ റീഫണ്ട് എന്ന് പറയുന്നത്. അതിലോട്ട് നമുക്ക് പോകാം. അതിനു മുമ്പേ ഫിറ്റ്സ് കാരന്തി എന്ന് പറയുന്ന ഒരു ഹംഗേറിയൻ സറ്റൈറിക്കൽ റൈറ്ററാണ്, പിന്നെ ഒരു പോയറ്റാണ്, നോവലിസ്റ്റാണ്, പ്ലേ റൈറ്റാണ്. പിന്നീട് അദ്ദേഹം തൻ്റെ വർക്ക്സിൽ ഹ്യൂമൻ ലൈഫാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഹ്യൂമൻ ലൈഫിലുണ്ടാകുന്ന ഓരോരോ ആസ്പെക്ട്സും കാര്യങ്ങളൊക്കെയാണ് വർക്ക്സിൽ എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് പ്രൊഫസർ ആൻഡ് എ ട്രിപ്പ് അറൗണ്ട് മൈ സ്കൾ. എ ട്രിപ്പ് അറൗണ്ട് മൈ സ്കൾ അദ്ദേഹത്തിന് ഒരു ഡിസീസ് ബാധിച്ചപ്പോൾ എഴുതിയ വർക്ക് എന്നാണ് പറയപ്പെടുന്നത്, ലൈക്ക് ട്യൂമർ. ആൻഡ് റീഫണ്ട് വാസ് അഡോപ്റ്റഡ് ആൻഡ് ട്രാൻസ്ലേറ്റഡ് ബൈ അമേരിക്കൻ പ്ലേ റൈറ്റ് പേഴ്സിവൽ വൈൽഡ്. അപ്പോൾ പേഴ്സിവൽ വൈൽഡാണ് ഈ വർക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലേയുടെ ജനറൽ ഒരു ഓവർവ്യൂ ചോദിക്കുകയാണെങ്കിൽ ഇതൊരു വൺ ആക്ട് പ്ലേ ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വൺ ആക്ട് സറ്റേറിക്കൽ കോമഡിയാണ്. കോമഡി എന്ന് പറയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും അറിയാം ഫാഴ്സ്. അത് ഐറണിയും ഒക്കെ സറ്റിൽ ഹ്യൂമറൊക്കെ ചേർത്തോട്ട് എഴുതുന്ന വർക്ക്സിനെയാണ് നമ്മൾ ഫാഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? കോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ, സൊസൈറ്റിയിൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സറ്റേറിക്കലി പ്രസൻറ്റ് ചെയ്യുന്നതിന്. ഓക്കെ, അപ്പോൾ അതൊരു ഫാഴ്സാണ്. പിന്നെ അതേപോലെ തന്നെ സെറ്റിന് ഒരു സിംഗിൾ സെറ്റിംഗ് മാത്രമേ ഈ ഒരു പ്ലേയിലുള്ളൂ. ആ സിംഗിൾ സെറ്റിംഗാണ് നമ്മളുടെ പ്രിൻസിപ്പലിൻ്റെ ക്യാബിൻ. ആ പ്രിൻസിപ്പലിൻ്റെ ക്യാബിൻ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ ഇത് സ്കൂൾ വെച്ചിട്ടാണ് ഈ പ്ലേയിലെ കഥ മൊത്തവും നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു സിംഗിൾ ആയിട്ടുള്ള സ്റ്റോറി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു മെയിൻ പ്ലോട്ടിൽ നിന്ന് സബ് പ്ലോട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് അടുത്ത പ്ലോട്ട് അങ്ങനെയൊന്നുമില്ല. ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ആ മെയിൻ വിഷയത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നതും ബാക്കി ക്യാരക്ടേഴ്സും ആ ഒരു സ്റ്റോറി തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, അതായത് ഒരു ഡീവിയേഷനും ഇല്ല, ഒരു സിംഗിൾ പ്ലോട്ടേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ക്രിട്ടിസൈസസ് ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഈ വർക്ക് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് എക്സ്പ്ലോർസ് ദ വാല്യൂ ആൻഡ് പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നാളെ ഒരു നല്ലൊരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചിട്ടും നമുക്കൊരു ജോബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ആ ഒരു കാര്യം, അങ്ങനെ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലുള്ളിൽ കൊണ്ടുവരുന്ന ഒരു പ്ലേ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഫോളോസ് ദ ക്ലാസിക്കൽ യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ. ഈ പോയിന്റ് എഴുതാം. അതായത് നമ്മളുടെ അരിസ്റ്റോട്ടിൽ യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ എന്നൊരു കോൺസെപ്റ്റിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ്, ആക്ഷൻ കേൾക്കുന്ന പോലെ വലിയ കാര്യമൊന്നുമല്ല, ലൈക്ക് സിമ്പിളാണ്. യൂണിറ്റി ഓഫ് ടൈം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 24 hours തീരുന്ന ഒരു പ്ലേ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന് പറയുന്നതോ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ഈ പ്ലേ നടക്കാൻ പാടുള്ളൂ. ആൻഡ് യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെയിൻ പ്ലോട്ടിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്ലേ ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ദിസ് പ്ലേ കോമിക് ആണെങ്കിൽ കൂടെയും ഒരു പവർഫുൾ ക്രിറ്റിസിസം ഓഫ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ദാറ്റ് വാല്യൂസ് റെപ്യൂട്ടേഷൻ മോർ ദാൻ ദ ട്രൂത്ത് ആൻഡ് ലേണിംഗ്. ഓക്കെ, ഒന്ന് ബേസിക് ആയിട്ട് ഈ പ്ലേയുടെ ഒരു പ്ലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റുഡൻറ്റ് പാസ് ഔട്ടായി പോയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇപ്പോൾ ആ വ്യക്തിക്ക് കറൻ്റ്ലി 40 വയസ്സാണുള്ളത്. ഓക്കെ, ഈ പ്ലേയുടെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ പേര് വാസർകോഫ് എന്നാണ്. ഓക്കെ, വാസർകോഫ്. അപ്പോൾ വാസർകോഫിന് ഇപ്പോൾ കറൻ്റ്ലി 40 വയസ്സാണുള്ളത്. ബട്ട് സ്റ്റിൽ 40 വയസ്സായിട്ട് ഒരു ജോലിയില്ല. അപ്പോൾ ഒരിക്കൽ ഒരു ഫ്രണ്ടുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ സമയത്ത് ആ ഫ്രണ്ട് തമാശയ്ക്ക് പറയുകയാണ്, നീ ഇത്രയും പഠിച്ചിട്ട് നിനക്ക് ഒന്നും സ്കിൽസ് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ, നിൻ്റെ സ്കൂൾ നിനക്ക് നല്ലതുപോലെ ഇനഫായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, പിന്നെ നീ അത്രയും ട്യൂഷൻ ഫീസ്, അതായത് സ്കൂൾ ഫീസൊക്കെ നീ അത്രയും അടച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് പോയി ആ ട്യൂഷൻ ഫീസൊക്കെ റീഫണ്ടായിട്ട് ചോദിച്ചുകൂടാ? കാരണം നീ ഇത്രയും പഠിച്ച് നിനക്ക് ഇത്രയും എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നിട്ട് പോലും നിനക്കിപ്പം 40 വയസ്സായി, നിനക്ക് ഇന്നും ജോലിയില്ല. അത് തമാശയ്ക്ക് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ബട്ട് സാധാരണ ഉള്ള ആൾക്കാർ ഫ്രണ്ട്സ് നമ്മൾ ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻ വരുമ്പോൾ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കില്ല. പക്ഷേ വാസർകോഫിന് ഇത് ഉള്ളിൽ നല്ലതുപോലെ സ്ട്രൈക്ക് ചെയ്യുകയും വാസർകോഫ് ഡിസൈഡഡ് ടു ഗോ ടു ദ സ്കൂൾ ആൻഡ് ആസ്ക് ഫോർ ദ റീഫണ്ട്.
അപ്പോൾ റീഫണ്ട് ചോദിച്ച് സ്കൂളിലോട്ട് ചെല്ലുന്നു. അപ്പോൾ ഇത് കേട്ട ഉടനെ പ്രിൻസിപ്പൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ ഒരു സ്റ്റാഫ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ടീച്ചേഴ്സായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ മാത്സ് ടീച്ചർ പറയാം, നമ്മളെല്ലാവരും ഒരു ഒറ്റ യൂണിറ്റി ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ടീച്ചേഴ്സ് അഡമൻ്റ് ആയിരുന്നു നമ്മൾ ഈ ട്യൂഷൻ ഫീസ് ഒന്നും തിരിച്ച് കൊടുക്കൂല എന്നുള്ളൊരു കാര്യം. അതായത് ഇവിടെ സറ്ററിക്കലിയാണ് എല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത്, കോമിക്കലായിട്ട്. നോർമലായിട്ടുള്ള സിറ്റുവേഷൻ അല്ലല്ലോ. സാധാരണ നമ്മളാരും പോയി റീഫണ്ട് ചോദിക്കില്ലല്ലോ. ഇവിടെ ടീച്ചേഴ്സ് പ്ലാൻ ചെയ്യുകയാണ് റീഫണ്ട് കൊടുക്കാതിരിക്കാനും എങ്ങനെ ഇവനെ ഇവിടെ നിന്ന് മാറ്റാൻ അടിച്ചിറക്കാമെന്നും. ഓക്കെ, ടീച്ചേഴ്സ് ഡിസൈഡഡ് ടു ഔട്ട്സ്മാർട്ട് ദ സ്റ്റുഡൻറ്റ്. അപ്പം അങ്ങനെ ഒരു പ്ലേ ആണിത്. ഓക്കെ, ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് ദ പ്ലേ നോക്കാം. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ദ പ്ലേയിൽ ഫസ്റ്റ് വൺ എക്സ്പോസിഷൻ. അതായത് തുടക്കത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. തുടക്കത്തിൽ നമുക്ക് എല്ലാ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ തരും. ഓക്കെ, എല്ലാ ക്യാരക്ടേഴ്സ് നമ്മളുടെ പ്രൊട്ടാഗനിസ്റ്റ് വാസർകോഫ് ആണെന്ന് പറയും. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരും. പിന്നെ അതേപോലെ തന്നെ ഈ പ്ലേ ബിഗിൻ ചെയ്യുന്നത് തന്നെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസ് വെച്ചിട്ടാണ്. ഓക്കെ, അവിടെ വെച്ചിട്ട് ഒരു ഫോർമർ സ്റ്റുഡൻറ്റ് നെയിംഡ് വാസർകോഫ് സ്കൂളിലേക്ക് തിരിച്ചു തരും. ആഫ്റ്റർ 18 years, 18 വർഷങ്ങൾക്ക് ശേഷം. താൻ പാസ് ഔട്ടായിട്ട് 18 വർഷങ്ങളായി. എന്നിട്ട് തിരിച്ച് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്ക് പ്രിൻസിപ്പലിനെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഒരു അറ്റൻഡൻറ്റ് വന്ന് പറയും ഒരാൾ പ്രിൻസിപ്പലിനെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അങ്ങനെ വാസർകോഫ് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും വാസർകോഫ് പറയാണ്, ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ എനിക്ക് ട്യൂഷൻ ഫീസ് തിരിച്ച് കിട്ടണം, കാരണം ദേ ഫെയിൽ ടു പ്രൊവൈഡ് ദ ബേസിക് സ്കിൽസ് നീഡഡ് ഫോർ ഒരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡീസൻറ്റ് സാലറി കിട്ടാൻ വേണ്ടിയിട്ട് തരേണ്ട ബേസിക് സ്കിൽസ് പോലും ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എനിക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. സോ ഐ വോണ്ട് ദ റീഫണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ പ്രിൻസിപ്പൽ പെട്ടെന്ന് ഷോക്കായിപ്പോയി. അങ്ങനെ പ്രിൻസിപ്പൾ ടീച്ചേഴ്സിനെ പോയി കാണാണ് കേട്ടോ. ടീച്ചേഴ്സിനായിട്ടൊരു അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് വെക്കുകയാണ്. അപ്പോൾ എക്സ്പോസിഷനിൽ മെയിൻലി പറയുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ. പിന്നെ വാസർകോഫ് സ്കൂളിലേക്ക് ചെല്ലുന്നു, പ്രിൻസിപ്പലിൻ്റെ ക്യാബിനിൽ വെച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. ആൻഡ് ഹി ക്ലെയിംസ് ദാറ്റ് സ്കൂൾ ഫെയിൽ ടു എഡ്യൂക്കേറ്റ് ഹിം ആൻഡ് ദാറ്റ് ഹിസ് എഡ്യൂക്കേഷൻ ഹാസ് ബീൻ യൂസ്ലെസ് ഇൻ ഹെൽപ്പിംഗ് ഹിം ഏൺ എ ലിവിങ്. അപ്പോൾ ഈ അൺയൂഷ്വൽ ആയിട്ടുള്ള ഡിമാൻഡ് ഇൻട്രൊഡ്യൂസസ് ദ സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഓഫ് ദ പ്ലേ. ഈ പ്ലേയുടെ സെൻട്രൽ കോൺഫ്ലിക്റ്റ് തന്നെ ഇരട്ട കാര്യം. നമ്മൾ പറഞ്ഞല്ലോ, ഒരൊറ്റ ആക്ഷൻ, ഒരൊറ്റ മെയിൻ പ്ലോട്ട്, ഒരു ഡീവിയേഷനും ഇല്ലാതെയാണ് ഈ പ്ലേയിൽ നടക്കുന്നത്. അപ്പോൾ ഇതാണ് എക്സ്പോസിഷനിൽ നടക്കുന്നത്. ഓക്കെ, പിന്നെ റൈസിങ് ആക്ഷൻ. കഥയിൽ മുന്നോട്ട് കുറച്ചുകൂടെ പോകണമല്ലോ നമുക്ക് അങ്ങോട്ട്. അപ്പോൾ ഇവിടെയാണ് കുറച്ച് കോംപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ഇത് കേട്ട ഉടനെ ഷോക്കായിട്ട് ഉടനെ പോയി ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോകുന്നു. ആൻഡ് പാനിക്കായിട്ട് നിൽക്കുകയാണ് പ്രിൻസിപ്പൽ. ഒരു എമർജൻസി ആയിട്ട് ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ആലോചിച്ച് പെർപ്ലെക്സ് ആയിട്ട് നിൽക്കുകയാണ്, അതായത് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. പ്രിൻസിപ്പൽ മെയിൻലി ഇത്രയും പാനിക് ചെയ്യുന്നതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ. അതായത് സപ്പോസ് ഇപ്പോൾ ഇവർ റീഫണ്ട് തിരിച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാസർകോഫ് എല്ലാവരെയും അറിയിക്കും, ഇങ്ങനൊരു കാര്യമുണ്ട്, എനിക്ക് ഒരു ജോലിയും സെറ്റായിട്ടില്ല, എനിക്ക് ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ് ഇങ്ങനെ കുഴപ്പം വന്നതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഈ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ എന്ത് ചെയ്യും, അതിനെ നല്ലതുപോലെ ബാധിക്കും. അപ്പോൾ the principal and the teachers panic because admitting that Vaserkov received a poor education would damage the school's reputation. അതുകൊണ്ട് തന്നെ മാത്സ് ടീച്ചർ അപ്പോൾ ഒരു പോയിന്റ് വെക്കുകയാണ്. മാത്സ് ടീച്ചർ മുന്നിലോട്ട് വന്നിട്ട് പറയുകയാണ്, ഐ ഹാവ് എ സൊല്യൂഷൻ, പക്ഷെ നമ്മളെല്ലാ ടീച്ചേഴ്സും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും ദേ എഗ്രീഡ്. മാത്സ് ടീച്ചർ പറയുന്ന ഐഡിയയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാമെന്നുള്ളൊരു കാര്യത്തിലും എല്ലാ ടീച്ചേഴ്സും ഒത്തുനിന്നു. അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ടീച്ചർ ഉണ്ടായിരുന്നു, ജോഗ്രഫി ടീച്ചർ, ഹിസ്റ്ററി ടീച്ചർ ആൻഡ് ഫിസിക്സ് ടീച്ചർ. ഇവിടെ മെയിൻലി ഇവർ 4 ടീച്ചേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സ് ടീച്ചർ പറഞ്ഞു, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്സ്മാർട്ട് ചെയ്യാൻ പറ്റും ഈ കുട്ടിയെ എന്ന് പറഞ്ഞു. ഈ കുട്ടി മീൻസ് അന്നത്തെ കുട്ടി. ഓക്കെ, അന്ന് കുട്ടിയായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി 40 വയസ്സാണുള്ളത്. 18 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ സ്കൂളിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിലേക്ക് ഈ റീഫണ്ട് എന്നൊരു ആശയം കൊണ്ടുവന്നത് ഹിസ് മീറ്റിംഗ് വിത്ത് ഫോമർ ക്ലാസ്മേറ്റ്. ആ ക്ലാസ്മേറ്റിൻ്റെ പേരാണ് ലീഡറർ, LEADERER. അപ്പോൾ ഈ ലീഡർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഫോറിൻ എക്സ്ചേഞ്ചിനെ പറ്റി, മണി മാറ്റേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതിനെ പറ്റി എല്ലാം നല്ല അറിവാണുള്ളത്. ആൻഡ് ഹി നോസ് എവറിഥിങ് അബൌട്ട് ഫോറിൻ എക്സ്ചേഞ്ച്. എല്ലാം അറിയാം, നല്ലൊരു ജോബും ഉണ്ട്, സാലറിയും ഉണ്ട്. അപ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ടപ്പോൾ വാസർകോഫ് ഇങ്ങനെ നെട്ടി നിൽക്കുകയാണ്, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ, ഇതൊക്കെ എന്തുവാ എന്നൊരു മട്ടിലാണ് വാസർകോഫ് നിൽക്കുന്നത്. ഹി കനോട്ട് ഈവൻ കോംപ്രിഹെൻഡ് ഈ ലീഡർ പറയുന്ന കാര്യങ്ങൾ. സോ ഹി ഫീൽസ് ഡിസീവ്ഡ്. അദ്ദേഹത്തിനെ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. കാരണം ആ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇത്രയും മോശമായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത് എന്ന് മനസ്സിലാക്കുന്നു. സോ ഹി അണ്ടർസ്റ്റാൻഡ്സ് ദ ഫാക്ട് ദാറ്റ് ഈ സ്കൂൾ ഫെയിൽ ടു പ്രൊവൈഡ്, അല്ലെങ്കിൽ സ്കൂൾ ഫെയിൽ ടു എഡ്യൂക്കേറ്റ് ഹിം, പ്രൊവൈഡ് അല്ല എഡ്യൂക്കേറ്റ് ഹിം. ഓക്കെ, അങ്ങനെ ലീഡറിന് ചുമ്മാ പറയുകയാണ്, നീ നിൻ്റെ സ്കൂളിൽ പോയി തിരിച്ച് നിൻ്റെ പൈസ എല്ലാം മേടിക്കാൻ വേണ്ടി പറയുന്നു. ആൻഡ് ഇത് സീരിയസ് ആയിട്ട് എടുത്ത് ആര് പോകുന്നു,
വാസർകോഫ് സ്കൂളിലേക്ക് പോകുന്നു. അപ്പോൾ എന്നിട്ട് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. എന്നിട്ട് എൻ്റെ ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്യണം, എനിക്ക് റീഫണ്ട് തിരിച്ച് കിട്ടിയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. നല്ല ഒരു ഗ്രീറ്റിങ്സോ ഒന്നും ഇല്ലാതെ നല്ല ഡെറഗേറ്ററി ആയിട്ടുള്ള ലാംഗ്വേജ്, അതായത് ഇത്രയും മോശമായിട്ടാണ് സംസാരിക്കുന്നത്, ഒരു റെസ്പെക്ട്ഫുൾ എന്ന രീതിയിലല്ല സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാസർകോഫ് പിന്നീട് ത്രട്ടൻ ചെയ്യാൻ ശ്രമിച്ചു, അതായത് ഭീഷണിപ്പെടുത്തി, ഞാൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പ്രിൻസിപ്പലിന് പേടിയായിട്ട് പ്രിൻസിപ്പൽ ഉടനെ സ്റ്റാഫ് മീറ്റിംഗ് വെക്കുന്നു, എമർജൻസി മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തപ്പോൾ അവിടെ മാത്തമാറ്റിക്സ് ടീച്ചർ, ജോഗ്രഫി ടീച്ചർ, ഹിസ്റ്ററി ടീച്ചർ ആൻഡ് ഫിസിക്സ് ടീച്ചർ വരുന്നു. ഓക്കെ, അപ്പം ദ ടീച്ചേഴ്സ് റിയലൈസ് ദാറ്റ് ഇഫ് വാസർകോഫ് ഒഫീഷ്യലി ഫെയിൽസ് ദ സ്കൂൾ മേ ബി ഫോഴ്സ്ഡ് ടു റീഫണ്ട് ഹിസ് ഫീസ് ആൻഡ് അതർ ഫോമർ സ്റ്റുഡൻസ് മേ ഡു ദ സെയിം. അതായത് ഇപ്പോൾ വാസർകോഫിന് ഫീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ബാക്കിയുള്ള സ്റ്റുഡൻസ് വരും, അവർക്ക് എല്ലാവർക്കും ഫീസ് തിരിച്ചു കൊടുക്കണം, അങ്ങനെ ഇതൊരു റുട്ടീനായിട്ട് മാറുമെന്ന് ടീച്ചേഴ്സിന് മനസ്സിലാവുകയാണ്. ഓക്കെ, അങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്സ് ടീച്ചർ ഒരു ഐഡിയ ഫ്രണ്ടിലേക്ക് വെക്കുകയാണ്. റെപ്യൂട്ടേഷനും പൈസ കൊടുക്കാനുള്ള മടി, ഈ രണ്ട് റീസൺസും കൊണ്ട് അവർക്ക് റീഫണ്ട് ചെയ്യാനുള്ള അവർക്ക് മടിയായതിൻ്റെ മെയിൻ റീസൺ ഇതൊക്കെയാണ്. സോ അവർ ഒരു എഗ്രിമെൻറ്റിലെത്തിയാണ്. അപ്പോൾ മാത്തമാറ്റിക്സ് ടീച്ചറിൻ്റെ ഐഡിയ എന്താണെന്ന് വെക്കുകയാണെങ്കിൽ, മാത്തമാറ്റിക്സ് ടീച്ചർ പറയുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് ഒരു എക്സാം കണ്ടക്ട് ചെയ്യാം, ഒരു റീ എക്സാമിനേഷൻ പോലത്തെ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ മാത്സ് ടീച്ചർ പറയുകയാണ് നമുക്കൊരു റീ എക്സാമിനേഷൻ വെക്കാം. ആ റീ എക്സാമിനേഷനിൽ വാസർകോഫ് എന്ത് ആൻസർ പറഞ്ഞാലും നിങ്ങൾ റൈറ്റ് എന്ന് മാത്രമേ പറയാവുള്ളൂ. അദ്ദേഹം പറയുന്ന എല്ലാം ശരിയാണെന്ന് മാത്രം പറഞ്ഞ് നിൽക്കാനേ പാടുള്ളൂ. ആൻഡ് നമുക്കെല്ലാവർക്കും അറിയാം, വാസർകോഫിന് പൈസ കിട്ടണമെങ്കിൽ വാസർകോഫ് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും തെറ്റായിട്ടുള്ള ഉത്തരവേ പറയത്തുള്ളൂ. കാരണം എല്ലാം തെറ്റാണ് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സ്കൂളിന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു കാര്യമാണ്. സോ വാസർകോഫ് മനഃപൂർവ്വം തെറ്റിക്കുമെന്ന് എല്ലാ ടീച്ചേഴ്സിനും അറിയാം. അതുകൊണ്ട് ടീച്ചേഴ്സ് മാത്സ് ടീച്ചർ പറയുകയാണ് എന്ത് ഉത്തരം വാസർകോഫ് പറഞ്ഞാലും നിങ്ങളെല്ലാവരും ശരിയെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന്. ഓക്കെ, അപ്പം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും യൂണിറ്റി ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് പറയാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ദേ ഡിസൈഡ് ടു ഔട്ട്സ്മാർട്ട് ഹിം ബൈ സ്റ്റേയിങ് ടുഗെദർ. അങ്ങനെ ടീച്ചേഴ്സ് എല്ലാം വാസർകോഫിനെ കാണാൻ പോകുന്നു. ഒരു റിട്ടേൺ, നമ്മൾ പറഞ്ഞല്ലോ റീ എക്സാമിനേഷൻ, അത് റിട്ടേൺ എക്സാം അല്ല, ഒരു ഓറൽ എക്സാം ആണെന്ന് ടീച്ചേഴ്സ് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വാസർകോഫ് ടീച്ചേഴ്സിനെ കണ്ടിട്ട് നല്ല ഡെറഗേറ്ററി ആയിട്ടുള്ള വേർഡ്സും അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജുമാണ് യൂസ് ചെയ്യുന്നത്. കാരണം എത്രത്തോളം മാനറിസംസ്, ഒരു ബേസിക് ഹ്യൂമൻ അപ്രോച്ച്, അതായത് ഒരു മാനേഴ്സ്, ഗ്രീറ്റിങ്സ് ഒന്നും തന്നെ ഇല്ലാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പിഴവാണ്. സോ ഹി ട്രൈസ് ഹിസ് മാക്സിമം ബെസ്റ്റായിട്ട് ട്രൈ ചെയ്യുകയാണ് ടീച്ചേഴ്സിന് ഒന്നും നല്ലപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഓരോ ടീച്ചേഴ്സും ഒന്നൊന്നായിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങുകയാണ്. ഫസ്റ്റ് വൺ ഹിസ്റ്ററി ടീച്ചർ ചോദിക്കുകയാണ്. അപ്പോൾ ഹിസ്റ്ററി ടീച്ചർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഹൗ ലോങ് ഡിഡ് ദ 30 years വാർ ലാസ്റ്റ്? അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് ആൻസർ 30 years. പക്ഷേ വാസർകോഫിന് ഇത് എല്ലാം മനസ്സിലായിട്ടും ഹി സെഡ് ദാറ്റ് 7 meters ആണ് ഇതിൻ്റെ ആൻസർ. ഈ ആൻസർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അബ്സേർഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സമയത്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ആൻസർ തന്നിരിക്കുന്നത് മെഷർമെൻറ്റ് ഓഫ് ലെങ്ത് എന്ന രീതിയിലാണ്. 7 meterഉം ലെങ്ത്തിൻ്റെ മെഷർമെൻ്റ് അല്ലേ. അപ്പോൾ സോ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് റോങ് ആൻഡ് ഒരു പൊട്ട ആൻസറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ടീച്ചർ പറയാണ്, ദ ഹിസ്റ്ററി മാസ്റ്റർ ക്ലെവർലി ആർഗ്യൂസ് ദാറ്റ് അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി മെഷർമെൻറ്റ്സ് ഓഫ് ടൈം ആൻഡ് സ്പേസ് ആർ റിലേറ്റീവ്. Therefore 7 meters can also be considered a valid answer. അപ്പോൾ ഇത്രയും പൊട്ട ഒരു ആൻസർ പറഞ്ഞിട്ടും ഹിസ്റ്ററി ടീച്ചേഴ്സ് അതും ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരും എന്നാണ് ഹിസ്റ്ററി ടീച്ചർ പറഞ്ഞെത്തിച്ചത്. അതായത് ചുമ്മാ പറയാണ് കേട്ടോ, ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി വെച്ചിട്ട് നമുക്ക് ഈ 7 meters എന്ന് പറയുന്ന ആൻസർ കറക്റ്റാക്കി എടുക്കാൻ പറ്റും. ഇത്രയാണ് ടീച്ചറിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ പ്ലേയിൽ ഒരു ഫണി മൊമെൻ്റാണ്. കാരണം ഒരു തെറ്റായിട്ടുള്ള ആൻസർ തെറ്റാണെന്ന് കുട്ടിക്കും അറിയാം, ടീച്ചറിന് പറയാം. പക്ഷേ ടീച്ചർ അവരെല്ലാവരും ഒരു എഗ്രിമെൻറ്റ് നിൽക്കുകയാണ്, എന്ത് പറഞ്ഞാലും ശരിയെന്ന് മാത്രമേ പറയാവുന്നു, ടു ഔട്ട്സ്മാർട്ട് ദ സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പോൾ സയൻറ്റിഫിക് തിയറി ഈസ് ഡെലിബറേറ്റ്ലി മിസ്യൂസ്ഡ് ടു ജസ്റ്റിഫൈ ആൻഡ് ഒബ്വിയസ്ലി ഇൻകറക്റ്റ് ആൻസർ. ഈ സ്റ്റുഡൻറ്റിനെയും കൂടി തെറ്റിതാക്കാണ്. കാരണം സ്റ്റുഡൻറ്റിന് ഇന്ന തെറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അദ്ദേഹത്തിനെല്ലാം അറിയാമെന്നല്ലേ അതിനർത്ഥം. അതുകൊണ്ട് വാസർകോഫും മിണ്ടാതിരിക്കും. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു ഹ്യൂമർ എലമെൻറ്റ്. മൊത്തത്തിൽ ഒരു ഫാഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇറ്റ് ഹൈലൈറ്റ്സ് ഹൗ നോളജ് ക്യാൻ ബി ഡിസ്റ്റോർട്ടഡ് ടു പ്രൊട്ടക്ട് അതോറിറ്റി. പിന്നീട് ഫിസിക്സ് ടീച്ചർ ഒരു സയൻറ്റിഫിക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതേപോലെ തന്നെ ജോഗ്രഫി ടീച്ചറും ചോദിക്കുന്നു. ആൻഡ് രണ്ടുപേര് ചോദിച്ചപ്പോഴും തെറ്റായിട്ടുള്ള ഉത്തരമാണ് വാസർകോഫ് പറയുന്നത്. ആൻഡ് ഇത് തെറ്റായിട്ടുള്ള ഉത്തരം പറയുന്നു എന്ന് മാത്രമല്ല ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് മൊത്തത്തിൽ ഇവരെല്ലാവരുടെ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ,
ആൻഡ് ടീച്ചർ പക്ഷേ എന്താണ് എങ്ങനെയെങ്കിലുമൊക്കെ കറക്കി കുത്തി അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് ഇലാബറേറ്റ് ആക്കി വലിച്ചു നീട്ടി ഈ വാസർകോഫ് പറയുന്നതാണ് ശരി എന്ന് വരുത്തി തീർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു കോമിക്കൽ എലമെൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വാസർകോഫ് ഇപ്പം ടീച്ചറെ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിലും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ടീച്ചർ പറയുന്നത് എന്താ, ഹിസ് റെസ്പോൺസ് ഈസ് ആൻ എവിഡൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ആൻഡ് സൈക്കോളജിക്കൽ ഇൻസൈറ്റ് ക്ലെയിമിംഗ് ദാറ്റ് ഹി അണ്ടർസ്റ്റാൻഡ്സ് ഹ്യൂമൻ ബിഹേവിയർ റാദർ ദാൻ മിയർലി മെമ്മറൈസിങ് സയൻറ്റിഫിക് ഫാക്ട്സ് നോക്കുന്നതിനേക്കാൾ അദ്ദേഹം എന്താണ് മെമ്മറൈസ് ചെയ്ത് കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നൊരു കാര്യമാണ് ടീച്ചർ ഇവിടെ ചുമ്മാ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇതിനെല്ലാത്തിനും ഇപ്പം ഫിസിക്സ് ടീച്ചർ ചോദിച്ചു, ജോഗ്രഫി ടീച്ചർ ചോദിച്ചു, ഹിസ്റ്ററി ടീച്ചർ ചോദിച്ചു, ഇതിനെല്ലാത്തിനും വാസർകോഫ് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ് കറൻ്റ്ലി പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോഴത്തേക്കും ഈ അദ്ദേഹത്തിന് തന്നെ ടെൻഷനായി വരുന്നത്, എനിക്ക് തിരിച്ച് പൈസ കിട്ടത്തില്ലേ, ഇനി മാത്സ് ടീച്ചറും കൂടെ അല്ലേ ഉള്ളൂ, മാത്സ് ടീച്ചറിൻ്റെ അടുത്ത് ഇനി ഞാൻ തെറ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മൊത്തത്തിൽ പോകുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. നമ്മളിതിന് മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ടീച്ചർ എന്തൊക്കെ പറയുന്നത് അതിന് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വാസർകോഫ് ബിഹേവ് ചെയ്യുന്നത്. സപ്പോസ് ടീച്ചർ ഇപ്പോൾ പൊളൈറ്റായിട്ട് സിറ്റ് ഡൗൺ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ റൂഡ്ലി ഞാൻ നിൽക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിന്നു. ഓക്കെ, അതേപോലത്തെ കുറേ ഇൻസ്റ്റൻസസ് ഈ പ്ലേയുടെ അകത്തുണ്ട്. ആൻഡ് ടീച്ചർ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു അതൊന്നും ചെയ്യൂല. അപ്പോൾ ടീച്ചർ ദേഷ്യം വരുന്നുണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ, ബട്ട് സ്റ്റിൽ ടീച്ചർ എന്ത് ചെയ്യും, പ്രൈസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദ ടീച്ചർ പ്രൈസസ് ഹിം ഫോർ ഹാവിങ് എക്സലൻറ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് സ്ട്രെങ്ത് ബിക്കോസ് ഹി ക്യാൻ സ്റ്റാൻഡ് കംഫർട്ടബ്ലി ഫോർ എ ലോങ് ടൈം. ആൻഡ് ഇതൊക്കെ കണ്ട് വാസർകോഫ് ഇതെന്താ ഇവിടെ നടക്കുന്നത് എന്നൊരു മട്ടി നിൽക്കുകയാണ്. കാരണം താൻ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതെല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആൻഡ് ഫൈനലി മാത്സ് ടീച്ചർ വരെയാണ്. ഇനി മാത്സ് ടീച്ചറിൻ്റെ അടുത്ത് മാത്രം ആൻസർ തെറ്റിച്ചാലേ തനിക്ക് രക്ഷയുള്ളൂ എന്നാണ് വാസർകോഫ് മനസ്സിൽ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാത്സ് ടീച്ചർ പറയുകയാണെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഒന്ന് ഈസിയും ആയിരിക്കും, ഒന്ന് ഹാർഡും ആയിരിക്കും. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ മാത്സ് ടീച്ചർ ചോദിക്കുന്നു, വാസർകോഫ് ഒരു ഉത്തരം പറയുന്നു. ഡെലിബറേറ്റ് ആയിട്ട് തെറ്റായിട്ടുള്ള ഉത്തരം തന്നെയാണ് വാസർകോഫ് പറയുന്നത്. ആൻഡ് ഇത്തവണ മാത്സ് ടീച്ചർ പറയുകയാണ് നീ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ആൻഡ് ബാക്കി അവിടെ നിൽക്കുന്ന ടീച്ചേഴ്സ് എല്ലാം ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം ചോദിക്കുകയാണ്, ടീച്ചേഴ്സ് എല്ലാം മനസ്സിലാലോചിക്കുകയാണ്, നിങ്ങളല്ലേ നമ്മളല്ലേ ഒരുമിച്ച് പ്ലാൻ ഇട്ടത്, എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇവിടെ തെറ്റായിട്ട് പറഞ്ഞപ്പോൾ തെറ്റെന്ന് തന്നെ പറയുന്നു. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുകയാണ്, ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഓർത്തിട്ട്. ഇപ്പം വാസർകോഫിനൊരു സന്തോഷമുണ്ട്, കാരണം ഞാൻ ആൻസർ തെറ്റിച്ചല്ലോ എന്ന് ഓർത്തിട്ട്. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈസി ക്വസ്റ്റ്യൻ തെറ്റിച്ചു. ഏറ്റവും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് രണ്ടാമതായിട്ട് മാത്സ് ടീച്ചർ വാസർകോഫിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ആണ് നിനക്ക് ഞാൻ റീഫണ്ട് ചെയ്ത് തരേണ്ടത് ഞങ്ങൾ സ്കൂൾ അതോറിറ്റീസ്, അതാണ് രണ്ടാമത്തെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോഴത്തേക്ക് ഇമീഡിയറ്റ് ആയിട്ട് വാസർകോഫിൻ്റെ ആൻസർ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസറാണ് വാസർകോഫ് പറയുന്നത്. He immediately calculates the exact amount of tuition fees, examination fees and other charges without making any mistake. ഇവിടെ ഒരു തെറ്റും വരുത്തിയില്ല, നിനക്ക് എത്ര രൂപ തിരിച്ച് ഞങ്ങൾ തരേണ്ടതെന്ന് പറയൂ. അപ്പോഴത്തേക്ക് അദ്ദേഹം കറക്റ്റായിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, ഇത്ര എമൗണ്ട് പറയുകയാണ്. അപ്പോൾ ഇവിടെ ടീച്ചറിൻ്റെ ഒരു ബുദ്ധിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ടീച്ചറാണ് ഇവിടെ ഔട്ട് സ്മാർട്ടായിട്ട് കളിച്ചിരിക്കുന്നത്. The mathematics master announces that such an accurate calculation proves Vasarkov possesses excellent mathematical ability. Therefore, he must pass mathematics as well. ഇപ്പോൾ നോക്കുമ്പോൾ 4 സബ്ജക്ട്സ്, എല്ലാ സബ്ജക്ട്സും വാസർകോഫ് സക്സീഡ് ചെയ്തു. കാരണം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് 2 ക്വസ്റ്റ്യനാണ് മാത്തമാറ്റിക്സ് ടീച്ചർ ചോദിച്ചത്. ആദ്യത്തെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് തെറ്റായിട്ട് പറഞ്ഞത് ടീച്ചറും പറഞ്ഞു, സ്റ്റുഡൻറ്റും തെറ്റാണ് പറഞ്ഞത്. പക്ഷേ രണ്ടാമത്തെ എത്ര എമൗണ്ട് റീഫണ്ടാണ് എനിക്ക് തിരിച്ച് കിട്ടാനുള്ളതെന്ന് ചോദിച്ചപ്പം കറക്റ്റ് എമൗണ്ട് ആണ് വാസർകോഫ് പറഞ്ഞത്. അപ്പോൾ ടീച്ചറും പറഞ്ഞു കറക്റ്റാണ്, നിനക്കെല്ലാം അറിയാമല്ലോ. അപ്പോഴത്തേക്കും ഇവിടെ വാസർകോഫിൻ്റെ പ്ലാൻ ടു റീഫണ്ട് എമൗണ്ട് മൊത്തം കിട്ടുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടല്ലോ, അതിവിടെ മൊത്തത്തിൽ നാശമായി പോവുകയാണ്, എല്ലാം ഫ്ലോപ്പായി. അപ്പോൾ ഈ ഒരു ഇൻസിഡൻ്റ് ആണ് നമ്മളുടെ പ്ലേയുടെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ വെരി കാൽക്കുലേഷൻ ദാറ്റ് വാസർകോഫ് മേക്സ് ടു ക്ലെയിം ഹിസ് റീഫണ്ട് ബിക്കംസ് ദ എവിഡൻസ് യൂസ്ഡ് ടു ഡിനൈ ഇറ്റ്. ഇറ്റ് ഈസ് ദ പ്ലേസ് ഗ്രേറ്റസ്റ്റ് ഐറണി. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഈ പ്ലേയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ദ എക്സാമിനേഷൻ ഈസ് നോട്ട് കണ്ടക്റ്റഡ് ടു ഡിസ്കവർ ദ ട്രൂത്ത് ബട്ട് ടു പ്രൊട്ടക്ട് ദ സ്കൂൾസ് റെപ്യൂട്ടേഷൻ. Every teacher deliberately twists logic, facts and academic knowledge to ensure that Vasarkov passes. Through these absurd scenes, the play satirizes the educational institutions that prioritize prestige over honesty and justice. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്ലേയുടെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇൻസിഡൻസ് ഒക്കെ നടന്നു. ലാസ്റ്റ് മാത്സ് ടീച്ചറിൻ്റെ ടെസ്റ്റ് ആര് പാസ്സാവുകയാണ്? വാസർകോഫ് പാസ്സാവുകയാണ്. അപ്പോൾ അതിനുശേഷം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാസർകോഫ് ഫെയിൽ ആവുകയാണ് മാത്തമാറ്റിക്സ് ടീച്ചറിൻ്റെ ഈ ട്രിക്കിന് മുമ്പിൽ. അപ്പോൾ ഹീ ഈസ് ത്രോൺ ഔട്ട് ഓഫ് ദ സ്കൂൾ ആൻഡ് പ്രിൻസിപ്പൽ കൺഗ്രാജുലേറ്റ്സ് ദ സ്റ്റാഫ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ പ്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ, ഒരു കൺസിഡറേഷനും കൊടുക്കാതെ
പെട്ടെന്ന് തന്നെ ഹീസ് ത്രോൺ ഔട്ട് ഓഫ് ദ സ്കൂൾ. അതാണ് ലാസ്റ്റ് ഈ പ്ലേയിൽ നടക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓക്കെ, അവിടെ വെച്ചിട്ടാണ് ഈ പ്ലേ എൻഡ് ചെയ്തത്. ദ അൺസെറമോണിയസ് ഡിസ്മിസൽ ഓഫ് വാസക്കോഫ് ആഫ്റ്റർ ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് കംസ് അണ്ടർ ഡിനോമെൻറ്റ്. ഓക്കെ, അതാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ എല്ലാം റിസോൾവ് ആയി കഴിഞ്ഞു. ക്ലൈമാക്സ് എന്ന് പറയുന്നതാണ് മാത്തമാറ്റിക്സ് ടീച്ചറിൻ്റെ ആ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഡിനോമെൻ്റ് എന്ന് പറയുന്നത് എന്താ, ആ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് മെയിൻലി 4 പാർട്സ് ഉണ്ട്. എക്സ്പോസിഷൻ, കോംപ്ലിക്കേഷൻ, ക്ലൈമാക്സ്, ഡിനോമെൻറ്റ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ബ്രീഫ്ലി 4ആയിട്ട് തിരിക്കാം. അതിനകത്ത് എക്സ്പോസിഷനിൽ ബേസിക് ബാക്ക്ഗ്രൗണ്ട്, കോംപ്ലിക്കേഷനിൽ എന്താ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയി പറയുന്നതും പ്രിൻസിപ്പലിൻ്റെ ഒരു റെസ്പോൺസും ബാക്കി ടീച്ചേഴ്സ് അതായത് മാസ്റ്റേഴ്സ് എന്തൊക്കെ പറയുന്നതൊക്കെ. പിന്നെ ക്ലൈമാക്സിൽ മാത്തമാറ്റിക്സ് ടീച്ചറിൻ്റെ ട്രിക്ക് വർക്ക് ആയതും ഡിനോമെൻറ്റിൽ ഫൈനലി ഹീസ് ത്രോൺ ഔട്ട് ഓഫ് ദ സ്കൂൾ. നമുക്കൊന്ന് ക്വിക്കായിട്ട് ക്യാരക്ടർ അനാലിസിസ് നോക്കാം. ഫസ്റ്റ് വൺ വാസർകോഫ് ആണ്. വാസർകോഫ് ഇസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ പ്ലേ. ആൻഡ് ഓൺ ദ സർഫസ് ലെവലിൽ നമുക്ക് തോന്നും അദ്ദേഹം റൂഡാണ്, ഇഗ്നോറൻ്റ് ആണ്, അതായത് അറിവില്ലാത്ത വ്യക്തിയാണ്, അഗ്രസീവ് ആണ്, ഫൂളിഷ് ആണ്, മണ്ടനാണ്, ദേശക്കാരനാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ സിംബോളിക്കലി ഹി റിപ്രസെൻറ്റ്സ് ദ കോമൺ മാൻ ഫെയിൽഡ് ബൈ ദ ഫോർമൽ എഡ്യൂക്കേഷൻ. അതായത് ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഫെയിൽഡ് ആയിട്ടുള്ള ഓരോ കോമൺ ആയിട്ടുള്ള നമ്മളിൽ ഓരോരുത്തരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് വാസർകോഫിനെ സിംബോളിക്കലി നോക്കാം. ഓക്കെ, അതായത് എഡ്യൂക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ ജോലിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മളിപ്പോൾ സ്ഥിരം കേൾക്കുന്ന ഒരു മാറ്ററാണ് അല്ലേ, ഐ എം വെൽ എഡ്യൂക്കേറ്റഡ് ബട്ട് ഐ എം അൺഎംപ്ലോയിഡ് എന്ന് പറയുന്നൊരു കാര്യം. കാരണം കോമ്പറ്റീഷൻ ഈസ് ഹൈ. ഇവിടെ ഇപ്പം എത്ര ഡിഗ്രീസ് എടുത്താലും ജോലി കിട്ടുമോ കിട്ടൂലേ എന്നൊക്കെ ഉറപ്പില്ലാത്ത സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത്, എത്ര ഹയർ ഡിഗ്രീസ് എടുത്തിട്ടുണ്ടെങ്കിലും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും വാസർകോഫ് എന്ന് പറയുന്നത് ഓണസ്റ്റ് ആണ് അബൌട്ട് ഹിസ് ഇഗ്നറൻസ്, അറിവില്ലായ്മ. കാരണം ആദ്യം തന്നെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഇതെന്താ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു. ഹീസ് ഓണസ്റ്റ് about his ignorance. He is angry but not cunning at first. He is a victim of a system that values certificates over understanding. Okay. ആൻഡ് ഫൈനലി അദ്ദേഹത്തിന് റിയൽ ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ടീച്ചേഴ്സിനെ എല്ലാം ട്രിക്ക് ചെയ്തുകൊണ്ട് റീഫണ്ട് പൈസ തിരിച്ച് മേടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചപ്പോൾ അദ്ദേഹം അതും ലോസ്റ്റായി. കാരണം എന്താണെന്ന് വെച്ചാൽ മാത്സ് ടീച്ചർ അവിടെ അവരുടെ ട്രിക്ക് ചെയ്തു. അതായത് ഇറ്റ് ഹൈലൈറ്റ്സ് ദ ഇൻജസ്റ്റിസ് ഓഫ് ദ സിസ്റ്റം. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ്. ദ പ്രിൻസിപ്പൽ റിപ്രസെൻറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള അതോറിറ്റി. അദ്ദേഹം പൊളൈറ്റാണ്, പക്ഷേ ഒരു കോവേർഡാണ്. ആൻഡ് മോർ കൺസേൺഡ് അബൌട്ട് ദ സ്കൂൾസ് റെപ്യൂട്ടേഷൻ ദാൻ ദ ഫെയർനെസ് ഓഫ് ദ സിസ്റ്റം. ഹി ഈസ് വില്ലിംഗ് ടു മാനിപ്പുലേറ്റ് ട്രൂത്ത് ടു പ്രൊട്ടക്ട് ദ ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി താൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന രീതിയിലാണ് ഇപ്പം പ്രിൻസിപ്പൽ നിൽക്കുന്നത്. ഓക്കെ, ഹി പ്രിറ്റൻസ് ടു അപ്ഹോൾഡ് ഡിസിപ്ലിൻ ആൻഡ് മൊറാലിറ്റി ബട്ട് ഇൻ റിയാലിറ്റി ഹി സപ്പോർട്ട്സ് ഡിസോണസ്റ്റി വെൻ ഇറ്റ് ബെനിഫിറ്റ്സ് ദ സ്കൂൾ. അതായത് അദ്ദേഹം പ്രിറ്റൻഷ്യസ് ആണ്. അദ്ദേഹം പ്രിറ്റൻഡ് ചെയ്യും ഞാൻ എൻ്റെ സ്കൂളിന് ഞാൻ എൻ്റെ മൊറാലിറ്റി എൻ്റെ ഡിസിപ്ലിൻ എല്ലാം ഞാൻ അപ്ഹോൾഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇൻ റിയാലിറ്റി അദ്ദേഹം ഡിസോണസ്റ്റ് ആണ്. ആൻഡ് ബൈ ഹൂക്ക് ഓർ ക്രൂക്ക് അദ്ദേഹം എന്ത് ചെയ്യാനും തയ്യാറാണെന്ന രീതിയിലാണ് സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ മൂന്നാമത്തത് മാത്തമാറ്റിക്സ് മാസ്റ്റർ. അദ്ദേഹമാണ് ഏറ്റവും ഇൻ്റലിജൻറ്റും മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ക്യാരക്ടർ ഓഫ് ദ പ്ലേ. ആൻഡ് ഹി ഓപ്പൺലി സജസ്റ്റ് മാനിപ്പുലേറ്റിംഗ് ദ എക്സാമിനേഷൻ റിസൾട്ട്. ഹി സിംബലൈസസ് intellectual arrogance, പിന്നെ അബ്യൂസ് ഓഫ് ലോജിക്, മോറൽ കറപ്ഷൻ ഡിസ്ഗൈസ്ഡ് ആസ് ഇൻ്റലിജൻസ്. അതായത് ഇവിടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എല്ലാ ഇൻ്റലക്ച്വൽ എബിലിറ്റീസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. പക്ഷേ അത് അദ്ദേഹം മൊത്തത്തിൽ ട്വിസ്റ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ ഹീസ് ക്ലെവർ, ഹി ലാക്സ് എത്തിക്കൽ ഇൻറ്റഗ്രിറ്റി അദ്ദേഹത്തിനില്ല. എത്തിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒന്നും തന്നെ അദ്ദേഹത്തിനില്ല. ബിക്കോസ് അദ്ദേഹം തനിക്കുള്ള കഴിവുകളെ ഒരു കൊള്ളാത്ത രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ബാക്കിയുള്ള മാസ്റ്റേഴ്സ് ആരൊക്കെ ഹിസ്റ്ററി, ഫിസിക്സ്, ജോഗ്രഫി എന്നീ ടീച്ചർ ഉണ്ടായിരുന്നു. ദീസ് ടീച്ചേഴ്സ് റിപ്രസെൻറ്റ് ബ്ലൈൻഡ് കൺഫോർമിറ്റി. അതായത് മാത്സ് ടീച്ചർ എന്തോ പറയുന്നു അത് തന്നെ ഞങ്ങൾ ചെയ്യാം എന്ന രീതിയിലാണ് ആ ടീച്ചേഴ്സ് നിന്നത്. They know the system is dishonest, still participate to protect themselves. They use meaningless jargon to justify the nonsense. They parody academic language that sound intelligent but lacks truth. Okay, അപ്പോൾ ഇതാണ് ക്യാരക്ടർ സ്കെച്ച്. ഈ പ്ലേ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം തീംസും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലായി കാണും. ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് നോക്കാം. തീംസ് ഓഫ് ദ പ്ലേ എന്ന് പറയുന്നത് സറ്റയർ ഓൺ എഡ്യൂക്കേഷൻ, നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വോക്ക് ചെയ്തുകൊണ്ടാണ് എഴുതുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് ഇറ്റ് എക്സ്പോസസ് ഹൗ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫൻ വാല്യൂസ് അപ്പിയറൻസ് ഓവർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ട്രൂ നീഡ്സ്, ട്രൂ ഈ ജോബ് ആവട്ടെ അല്ലെങ്കിൽ സ്കിൽസ് ആവട്ടെ കാര്യങ്ങളാവട്ടെ എന്താണോ ആവശ്യമുള്ളത് അത് മനസ്സിലാക്കുന്നതിലുപരി ദേ വാല്യൂസ് അപ്പിയറൻസ്, അതായത് റെപ്യൂട്ടേഷൻ കാര്യങ്ങളാണ്, പ്രസ്റ്റീജ്. പിന്നെ രണ്ടാമത്തെ ഹിപ്പോക്രസി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് അവർ ഡിമാൻഡ് ചെയ്യും, ദേ ക്ലെയിം ദാറ്റ് അവരുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ബട്ട് ദേ ആർ നോട്ട് ഡൂയിങ് സോ, റൈറ്റ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊട്ടക്ട് ദെംസെൽസ് ഈവൻ വെൻ ദേ ആർ റോങ്. അവർ തെറ്റാണെങ്കിലും അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനേ അവർ നോക്കത്തുള്ളൂ. ഹിപ്പോക്രസി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൂന്നാമത് ട്രൂത്ത് വേഴ്സസ് അതോറിറ്റി. ട്രൂത്ത് ഈസ് ട്വിസ്റ്റഡ് വെൻ അതോറിറ്റി ഫീൽസ് ത്രെറ്റൻഡ്.
നാലാമത് ഫെയിലിയർ ഓഫ് പ്രാക്ടിക്കൽ നോളജ്. വാസർ കോഴ്സ് എഡ്യൂക്കേഷൻ ഗീവ് ഹിം നോ റിയൽ വേൾഡ് സ്കിൽസ്. അതായത് വാസർകോഫിൻ്റെ കയ്യിൽ എഡ്യൂക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഡിഗ്രീസ് എല്ലാം ഉണ്ട്. ബട്ട് വാസർകോഫിന് പ്രോപ്പറായിട്ടുള്ള സ്കിൽസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് വാസർകോഫിന് ഒരു പ്രാക്ടിക്കൽ നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് പറ്റിയില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലേയിൽ ഒട്ടുമിക്ക നോക്കുമ്പോഴും ട്രൂത്തിനേക്കാൾ ഉപരി ബാക്കി ടീച്ചേഴ്സ് എല്ലാം ഡിസോണസ്റ്റ് ആയിട്ട് നിന്ന് എങ്ങനെയെങ്കിലും അവരുടെ സ്ഥാനം, അവരുടെ ഒരു പ്ലേസ് ഉണ്ടല്ലോ, അത് അവർക്ക് തന്നെ സ്റ്റേ ഓൺ, അല്ലെങ്കിൽ അവർക്ക് തന്നെ കീപ്പ് ചെയ്ത് നിൽക്കാനാണ് അവർ നോക്കുന്നത് അല്ലേ. ട്രൂത്ത് ഇസ് ട്വിസ്റ്റഡ്, അത് മാനിപ്പുലേറ്റ് ചെയ്ത് പോവുകയാണ് ഓരോ കാര്യങ്ങളും. പിന്നീട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമാണ് കൊമോഡിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അതായത് എഡ്യൂക്കേഷൻ ഈസ് ട്രീറ്റഡ് ലൈക്ക് എ പ്രോഡക്റ്റ്. നമുക്ക് വാങ്ങാൻ പറ്റുന്നൊരു സാധനമായിട്ടാണ് എഡ്യൂക്കേഷൻ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് പൈസ കൊടുത്ത് എന്തും സെറ്റിൽ ചെയ്യാവുന്നൊരു രീതി. സ്റ്റുഡൻറ്റ് വ്യൂഡ് ആസ് എ കസ്റ്റമർ. മനസ്സിലായല്ലോ, എഡ്യൂക്കേഷൻ വാങ്ങാൻ വരുന്നൊരു കസ്റ്റമറായിട്ടാണ് ഇവിടെ സ്റ്റുഡൻറ്റിനെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലിറ്റററി ഡിവൈസസ് യൂസ്ഡ് ഇൻ ദിസ് പ്ലേ എന്ന് പറയുന്നത് സറ്റയർ, ഫാഴ്സ്, ഐറണി, അബ്സർഡ് ഹ്യൂമർ, സിംബോളിസം, ഡ്രമാറ്റിക് ഡയലോഗ്സ്, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. റീഫണ്ട് ടൈറ്റിൽ എന്ന് പറയുന്നത് അതിൻ്റെ സിഗ്നിഫിക്കൻസും എന്ന് പറയുന്നത് റീഫണ്ട് എന്ന ആ ഒരു വേർഡ് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ക്ലെയിം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് മെയിൻലി ഇറ്റ് സിംബലൈസ് ദ അക്കൗണ്ടബിലിറ്റി ഓഫ് ദ സിസ്റ്റം അല്ലെ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അക്കൗണ്ടബിലിറ്റിയാണ് നോക്കുന്നത്. പിന്നെ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ പവർ ആണ് കാണിക്കുന്നത്, അതായത് ആ എക്സാം വെച്ചിട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആൻഡ് സ്കൂൾ എന്ന് പറയുന്ന സൊസൈറ്റിയാണ്, വാസർകോഫ് എന്ന് പറയുന്നത് കോമൺ മാൻ ആണ്. അപ്പോൾ റീഫണ്ട് സിംബലൈസസ് അക്കൗണ്ടബിലിറ്റി, എക്സാമിനേഷൻ സിംബലൈസസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പവർ, സ്കൂൾ സിംബലൈസസ് സൊസൈറ്റി, വാസർകോഫ് സിംബലൈസസ് ദ കോമൺ മാൻ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് മീൻസ് എ ലോട്ട് ആൻഡ് താങ്ക് യു.